നമസ്കാരം. ലോകരക്ഷാർത്ഥം ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ലോകമെങ്ങും ആഘോഷിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത് ജന്മാഷ്ടമിയായും ദക്ഷിണേന്ത്യയിൽ അത് ശ്രീകൃഷ്ണ ജയന്തിയായും ആഘോഷിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ അഷ്ടമി രോഹിണിയായിട്ടാണ് ആചരിച്ചു വരുന്നത്. ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി തിരിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന അർദ്ധരാത്രിയിലാണ് കേരളത്തിൽ അഷ്ടമി രോഹിണിയായിട്ട് ആചരിക്കുന്നത്. ശ്രീ മഹാവിഷ്ണുവിന്റെ മറ്റുള്ള അവതാരങ്ങളെക്കാൾ ഏറ്റവും മഹത്തായ അവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം എന്നാണ് പറയപ്പെടുന്നത്. കാരണം മഹാവിഷ്ണുവിന്റെ പൂർണ്ണ കലയോടുകൂടിയുള്ള അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആനന്ദത്തിന്റെ അവതാരം കൂടിയായ ശ്രീകൃഷ്ണൻ ജീവിതം ദുഃഖിക്കാനുള്ളതല്ല, ആനന്ദിക്കുവാനുള്ളതാണ്. സ്വധർമ്മത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധർമ്മത്തിന്റെ പുറകെ പോയി ദുഃഖിക്കാനുള്ളതല്ല ജീവിതം. കാല അവസ്ഥകളെ ഉൾക്കൊണ്ട് ഉചിതമായത് നിർമ്മിക്കലാണ് ധർമ്മമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കെല്ലാം പ്രപഞ്ചത്തിന്റെ കണ്ണാടി പോലെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്തു നാം ആവശ്യപ്പെടുന്നു അതെല്ലാം നമുക്ക് പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട് എന്ന്. അങ്ങനെയുള്ള മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ജന്മദിനത്തിൽ നാം ഇന്ന് ഏതൊരു രീതിയിൽ ഉള്ള ഭജനവും ഭഗവാൻ സ്വീകരിക്കുന്നതാണ്. ഇന്നേ ദിവസത്തെ ഭജനവും പൂജയും